കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരൊറ്റ ഐറ്റം മതി ട്ടോ ഒരു പ്ലേറ്റ് ചോറ് തിന്നാന്. വേറെ ഒരു കറികൾ ആവശ്യമില്ല. ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 20 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം കുക്കായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ചെറിയൊരു പീസ് പുളിയും അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ നല്ലൊരു കളർ കിട്ടും. നോർമൽ ആണെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓവർ അരഞ്ഞു കിട്ടരുത് കേട്ടോ. അതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഫൈനലായിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂട് ചോറിന്റെ കൂടെ ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. നമുക്കൊരു പ്ലേറ്റ് ചോറ് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദോശന്റെ കൂടെ ഒക്കെ ട്രൈ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.